ചിത്രരചനാ മത്സരവും ഉപന്യാസ മത്സരവും സംഘടിപ്പിച്ചു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കായംകുളം ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ലഹരിക്കെതിരെ കൊടുങ്കാറ്റ് എന്ന വിഷയത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിന്റെ ഭാഗമായാണ് സ്കൂൾ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ലഹരിക്കെതിരെ കൊടുങ്കാറ്റ് എന്ന വിഷയത്തിൽ ചിത്രരചനാ മത്സരവും ഉപന്യാസ മത്സരവും സംഘടിപ്പിച്ചത്. കായംകുളം പോലീസ് സബ് ഡിവിഷൻ തലത്തിലാണ് മത്സരങ്ങൾ സംഘടിപ്പിച്ചത്. കായംകുളം ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച ചിത്രരചനാ മത്സരം കായംകുളം SHO അരുൺ ഷാ ഉദ്ഘാടനം ചെയ്തു. നമ്മളൊരു പ്രോഡക്റ്റ് അപ്പോൾ ഈ 50-ാമത്തെ വയസ്സിൽ ഉപയോഗിച്ച് തുടങ്ങിയ ഒരാൾ അയാള് ഒരു 80, 90, 100 വയസ്സ് വരെ ജീവിക്കുകയാണെങ്കിൽ അത്രയും നാളെ അയാൾക്ക് ആ കസ്റ്റമറിൽ നിന്നും അവർക്ക് ലാഭം കിട്ടും. പക്ഷേ ചെറിയ കുട്ടികളെ ലക്ഷ്യമാക്കി കഴിഞ്ഞാൽ അയാളുടെ ജീവിതം അവസാനിക്കുന്നവരെ അയാളിൽ നിന്നും എന്ത് ചെയ്യും? ഈ റിട്ടേൺ കിട്ടിക്കൊണ്ടിരിക്കും. അതാണ് ഈ ലഹരി മാഫിയകൾ ചെറിയ കുട്ടികളെ തന്നെ ലക്ഷ്യം വയ്ക്കുന്നത്. അപ്പം നമ്മൾ ചെയ്യേണ്ടത്, അതായത് പോലീസിന്റെ SPC ഉണ്ട്, അപ്പോൾ അതുപോലെയുള്ള പല പ്രോഗ്രാമിലൂടെയും നമ്മൾ പല ക്ലാസ്സുകളും ഒക്കെ കുട്ടികൾക്ക് കൊടുക്കുന്നു. അതിന് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഈ ലഹരിയിൽ നിന്ന് നമ്മളെ വരുന്ന പുതിയ തലമുറയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോഗ്രാം നമ്മൾ നടത്തുന്നത്. അപ്പോൾ ഇതിന്റെ ഉദ്ദേശശുദ്ധി നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ആഗസ്റ്റ് 1-ന് നമ്മുടെ ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രി ആലപ്പുഴയിൽ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഭാഗമാകാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു ഭാഗ്യമുണ്ട്. അപ്പോൾ ആ ഭാഗ്യം നിങ്ങളുടെ കഴിവ് അനുസരിച്ചിട്ടാണ്. ഇവിടെ നിങ്ങൾ എത്രത്തോളം പെർഫോം ചെയ്യുന്നു അതിനെ ആശ്രയിച്ചിരിക്കും നിങ്ങൾ ആരൊക്കെയാണ് ആലപ്പുഴയിലുള്ള ആ പ്രസ്തുത ചടങ്ങിൽ പങ്കെടുക്കുന്ന, ഒന്നാമനായും രണ്ടാമനായും പങ്കെടുക്കുന്നതെന്ന്. അതുകൊണ്ട് നിങ്ങൾ ചിത്രരചനയായാലും അതുപോലെ ഉപന്യാസമായാലും നിങ്ങളുടെ കഴിവിന്റെ പരമാവധി ഈ 1 മണിക്കൂർ കൊണ്ട് മാക്സിമം കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അത് ചെയ്യാൻ ശ്രമിക്കുക. കരിയിലക്കുളങ്ങര PRO നിസാർ പൊന്നാരത്ത് പോസ്റ്റർ നിർമ്മാണത്തിന്റെയും അതേപോലെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗം കുട്ടികൾക്കായിട്ട് ഉപന്യാസ മത്സരവുമാണ് സംഘടിപ്പിക്കുന്നത്. ഇതിൽ നിന്നും സമ്മാനാർഹരായ കുട്ടികളെ ജില്ലാതലത്തിൽ മത്സരത്തിൽ പങ്കെടുപ്പിക്കുകയും അതിൽ വിജയിക്കുന്നവർക്കും ഈ സബ് ഡിവിഷൻ തലത്തിൽ മത്സരിച്ച് വിജയിക്കുന്നവർക്കുമുള്ള സമ്മാനദാനം ഉൾപ്പെടെയുള്ള വിതരണം ഓഗസ്റ്റ് 1-ാം തീയതി ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രി ജില്ലാതലത്തിൽ നടത്തുന്നതാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അടുത്ത തലമുറയെ ഇത്തരം ഈ ഒരു വിപത്തിൽ നിന്ന്, അല്ലെങ്കിൽ ഇതിന്റെ ദൂഷ്യവശങ്ങൾ എന്തൊക്കെയാണ്, ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്ന ആൾക്കാരുടെ, അല്ലെങ്കിൽ സാമൂഹ്യ ദ്രോഹികളായിട്ടുള്ള ക്രിമിനലുകളായിട്ടുള്ള ആൾക്കാരുടെ ഇടയിലേക്ക് ഒരു കാരണവശാലും നമ്മുടെ പുതുതലമുറ കയറി ചെല്ലുകയോ അല്ലെങ്കിൽ അവരുടെ സ്വാധീന വലയത്തിൽ അകപ്പെടുകയോ ചെയ്യാതെ അവരെ ഏറ്റവും സുരക്ഷിതമായി പുതിയൊരു നല്ല സമൂഹത്തിന് ഏറ്റവും കൂടുതൽ നന്മകൾ ചെയ്യുന്ന, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സാമൂഹ്യ ബോധത്തോടു കൂടിയുള്ള നിയമവശങ്ങൾ അനുസരിക്കുന്ന ഏറ്റവും നല്ല ഒരു പുതുതലമുറയെ ഉണ്ടാക്കിയെടുക്കുക, അല്ലെങ്കിൽ അത്തരം ഒരു തലമുറയെ വളർത്തിയെടുക്കുക എന്നുള്ള ലക്ഷ്യത്തെയാണ് പോലീസ് ഈ പരിപാടി ഏറ്റെടുത്ത് നടപ്പാക്കുന്നത്. ബോധവൽക്കരണ ടീം അംഗം ASI സന്തോഷ് കുമാർ, ആർട്ടിസ്റ്റ് സുരേഷ്, ശ്രീകുമാർ, മുനീർ മോൻ, ഫാദർ ഫിലിപ്പ് എന്നിവർ മത്സരങ്ങൾക്ക് നേതൃത്വം നൽകി. സബ് ഡിവിഷൻ തല വിജയികളെ ജില്ലാടിസ്ഥാനത്തിൽ മത്സരിപ്പിക്കും. ജില്ലാ വിജയികൾക്ക് ഓഗസ്റ്റ് 1-ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല സമ്മാനങ്ങൾ നൽകും. ന്യൂസ് ബ്യൂറോ, കായംകുളം.